ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദാ ഇവിടെ യോഗയൊക്കെ കഴിഞ്ഞിരിക്കുകയാട്ടോ. സത്യം പറഞ്ഞാൽ യോഗ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സ് ഭയങ്കര കലുഷിതമാണ്. ആകെക്കൂടി ഒരു ഡിസ്റ്റർബ്ഡ് ആണ്. കാരണം എന്താ വെച്ചാല് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഒരു ഭൂരിഭാഗം, അതായത് ഒരു മൊബൈലും പിടിച്ച് നടക്കുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന മൊബൈൽ പിടിച്ച് നടക്കുന്നതിന് മാത്രമൊന്നും പറയാൻ പറ്റില്ല. ചാനലുള്ളവരെയും പറയേണ്ടി വരും. അവരുടെയൊക്കെ ഒരു മരണത്തെ വിറ്റ് കാശാക്കുന്ന ഒരു രീതിയിലേക്ക് അത്രയും അധപ്പതിച്ചു പോയോ നമ്മുടെ കേരളം എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറെ ഒന്നുമല്ല പറയുന്നത്. നമ്മുടെ ഒരു പ്രിയ നടൻ സലീം കുമാർ റീസെന്റ്ലി 2 ദിവസം മുന്നേ അന്തരിച്ചു. അപ്പൊ തൊട്ട് വരുന്ന മീഡിയാസിൽ വരുന്ന മെസ്സേജസ് കാണുമ്പോൾ ആഹ് എന്താ പറയാ, ഭയങ്കര സങ്കടം എനിക്ക് തോന്നുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ഒരു പരിധിക്ക് അപ്പുറം നോക്കുന്നൊരു വ്യക്തിയല്ല. കാരണം എൻ്റെ ഒരു ഇമോഷണൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് കണ്ടു, ഓക്കെ, അത് സംഭവിച്ചു, മാറ്റി വെക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ കൂടുതൽ കൂടുതൽ ചെകഞ്ഞു പോകുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീട്ടിൽ ഒരു ത്രൂ ആൻ ആപ്പാണ് നമുക്ക് പിന്നെ ഇന്ത്യയിലുള്ള മലയാളം, തമിഴ്, ഹിന്ദി ചാനൽസ് എല്ലാം കിട്ടുന്നത്. അപ്പൊ 2 ദിവസമായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മലയാളം ന്യൂസ് എന്ന് അടിച്ചിട്ട് ഞാനൊന്ന് ന്യൂസ് സെർച്ച് ചെയ്തു. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അറിയുന്നത്. പിന്നെ ഇദ്ദേഹം അന്തരിച്ചു എന്നുള്ളത്. അപ്പൊ അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി സെർച്ച് ചെയ്തു. അതാണ് ആകെക്കൂടി ഞാൻ ചെയ്തു പോയൊരു തെറ്റ്. പക്ഷേ ഉണ്ടല്ലോ, അതിനുശേഷം എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെ അമ്മ മകനെ പിടിച്ചിരിക്കുന്ന നോക്കൂ, മകൻ അമ്മയെ പിടിച്ചിരിക്കുന്ന നോക്കൂ, അനിയനെ പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഇട്ടിട്ട് അത് നോക്കൂ, പിന്നെ കരയുന്നത് നോക്കൂ, എന്ത് മാത്രമാണ്. അതായത് നമ്മുടെയൊക്കെ വീടുകളിൽ ഈ ഈ ഈ ഈ വീഡിയോസ് ഒക്കെ ഇടുന്നവർ അല്ലെങ്കിൽ ഫോട്ടോ ഇടുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ മരിച്ചാൽ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ചേർത്ത് പിടിക്കില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ അനിയനെ ചേർത്ത് പിടിക്കില്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ അനിയത്തിയെയോ ഭാര്യയെയോ ചേട്ടനെയോ മക്കളെയോ ഒക്കെ ചേർത്ത് പിടിക്കില്ലേ? അത് തന്നെയല്ലേ അവരും ചെയ്യുന്നത്. അതിനെ എടുത്തിട്ടിട്ട് അതിന് 2 ഫോട്ടോ എടുത്തിട്ടിട്ട് അതിന്റെ മേലെ കുറച്ച് കമന്റ് എഴുതിയിട്ട്, അല്ലെങ്കിൽ അതിന് മേലെ കുറച്ച് ഡീറ്റെയിൽ ഇട്ട് എന്തെങ്കിലുമൊക്കെ കഥകൾ എഴുതി വെച്ചിട്ട് ഇത് വിറ്റ് പൈസ ഉണ്ടാക്കേണ്ട അത്രമാത്രം ദാരിദ്ര്യം അനുഭവിക്കുകയാണോ നിങ്ങളെന്ന് പറയുന്ന സോഷ്യൽ മീഡിയ? കാരണം ഇതൊരു വേറൊരാളുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് ഒരു ബൗണ്ടറിയും ഇല്ലാതെ കയറിപ്പോവുകയാണ്. ഇത് മാറേണ്ട കാലം എന്നേ കഴിഞ്ഞിരിക്കുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം അറിയാം നമുക്ക്, മാസങ്ങളായി തോന്നുന്നു അല്ലെ, വേറൊരു മഹാനായ നടൻ ശ്രീനിവാസൻ അന്തരിച്ചപ്പോഴും ഇത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ധ്യാനിനെ അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് കുറേ ദിവസം എൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ തുരുതുരാന്ന് വന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനാണെങ്കിൽ ഇത് ബ്ലോക്ക് ചെയ്ത് വിടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇതൊന്ന് സെർച്ച് ചെയ്തു, ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടി. കാരണം ചാനൽ ടി വി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സംഭവിച്ചു പോയൊരു ഒരു ഒരു ദുരന്തം പോലെയാണ് എനിക്ക് എൻ്റെ തലയിലോട്ട് ഇത് വന്ന് വന്ന് കയറുന്നത്. ഇത് എന്താ പറയാ, എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സർക്കാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു നിയമം കൊണ്ടുവന്നിട്ട്, അതായത് കലാകാരന്മാർ അല്ലെങ്കിൽ പ്രശസ്തരായവര് കുറച്ചു നേരം അവരുടെ ഔദ്യോഗിക ബഹുമതികളോടെ അടക്കം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ പബ്ലിക്കിന് കാണാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ആൾക്കാർക്ക് വന്ന് കാണാം. ആ സമയത്ത് മാത്രം കാണുക. ആ സമയത്തേക്ക് മാത്രമായിട്ട് വരുന്നവര് ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. എന്തിനാണ് അവര് ആ ഒരു ഒരു പിന്നെ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഇതെടുത്ത് പബ്ലിക്കിന് ഇട്ട് കൊടുക്കണ്ടേ? ഏതെങ്കിലും ഒരു ചാനലിന് അവരുടെ, അതായത് ആ ഫാമിലിയുടെ പെർമിഷനോട് കൂടിയിട്ട് ഏതെങ്കിലും ഒരു ചാനലിന് അത് ആഹ് അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക. അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മുടെ സർക്കാർ ഒരു മാറ്റം, ഒരു ഒരു കറക്റ്റ് ആയിട്ട് ഒരു നിയമം കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും മാറാൻ പോകുന്നില്ല. കാരണം എങ്ങനെയും പൈസ ഉണ്ടാക്കുക എന്നുള്ളത്. അതിന്റെ ഇടയിൽ ഭാഗ്യത്തിന് ഇപ്പൊ എനിക്ക് തോന്നുന്നു സലീം കുമാറിന്റെ, ഞാൻ അതാണ് ആലോചിച്ചത്, അദ്ദേഹത്തിന്റെ വൈഫ് ചുരിദാറൊക്കെ ഇട്ടിരുന്നത് കൊണ്ട് വേറെ ആരും അങ്ങോട്ടേക്കൊന്നും സൂം ചെയ്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആരുടെയെങ്കിലും ഒക്കെ ഒന്ന് ഡ്രസ്സ് മാറി കിടക്കുന്നുണ്ടെങ്കിൽ അതും കൂടി സൂം ചെയ്തിട്ട് ഇടുന്ന ഒരു അത്രയും അധപ്പതിച്ച ഒരു കാലത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഇതിനൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് നിയമം കൊണ്ടുവന്നിട്ട് അവരെയൊക്കെ പനിഷ് ചെയ്യേണ്ട രീതിയിലേക്ക് നമ്മുടെ കാലം മാറിയിരിക്കുന്നു. നമ്മുടെ സർക്കാർ അങ്ങനെയുള്ള നിയമങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ കണ്ടതാണ്, നമ്മുടെ മുഖ്യമന്ത്രിയാണ് പറയുന്നത്, മാറി നിൽക്ക് അങ്ങോട്ട്, നിങ്ങളൊന്ന് നീങ്ങി നിൽക്ക്, അവരൊന്ന് സമാധാനമായിട്ട് നിന്നോട്ടെ. അവരുടെ അവസാന നിമിഷങ്ങളാണ് ആ വ്യക്തിയുമായിട്ട് ഉള്ളത് അല്ലെ. എത്ര എത്ര ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലൂടെ തിരയടിച്ചു പോകുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക, അവരുടെ മുന്നിലോട്ട് ഈ ഫോണും കൊണ്ട് ചെന്നിട്ട് ഫോട്ടോയോ വീഡിയോ എടുക്കാതിരിക്കുക എന്നുള്ള ഒരു ഒരു അതെന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു മിനിമം എന്താ പറയാ,
ഒരു സംസ്കാരം എന്ന് പറയേണ്ടി വരും അല്ലേ? അതെന്തുകൊണ്ടാണ് ഇല്ലാതെ പോകുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു 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 ജനതയ്ക്ക്? ഒരു ജനതയെന്ന് കംപ്ലീറ്റ് ആയി പറയാൻ പറ്റില്ല. ഈ ഈ എന്താ പറയാ, ഫോണും പിടിച്ച് നടക്കുന്ന ഒരു സമൂഹത്തിന് എന്തുകൊണ്ടാണ് അതില്ലാതെ പോകുന്നത്? നമ്മുടെ വീട്ടിൽ സംഭവിക്കാത്തത് കൊണ്ടാണോ അങ്ങനെ ഒരു കാര്യം? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, വളരെ കറക്റ്റായിട്ട് അതിന്റെ ഇടയിൽ ഇന്നലെ ഞാൻ കണ്ടു ആ മകനൊന്ന് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട്, എനിക്കറിയില്ല കറക്റ്റ് ഡയലോഗ് എന്താ. ഞാനിങ്ങനെ കണ്ടു ഇങ്ങനെ അവരോടൊന്ന് സംസാരിക്കുന്നത്. പിന്നെ അല്ലാതെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അല്ലേ? ഒരു വടിയെടുത്ത് സത്യം പറഞ്ഞാ അടിച്ച് ഓടിക്കുകയാണ് ഇതിനെയൊക്കെ വേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ പറയാ, ഞാനാരുമല്ല പറയാൻ. പക്ഷെ ഇത് കണ്ടപ്പോ പറയാതിരുന്നപ്പോ എന്താച്ചാല് 2, 3 ദിവസായിട്ട് എന്റെ മൈൻഡിൽ കിടന്ന് ഇങ്ങനെ ഇതൊരു വല്ലാത്തൊരു സോർട്ട് ഓഫ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഇതിലൂടെ പറഞ്ഞിട്ട് എന്തെന്നുണ്ടാവും. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു മീഡിയ കൂടിയാണിത് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് പറയണം. ആരും കാണുന്നോ കാണുന്നില്ലേ എന്നുള്ളതല്ല. എന്റെ മൈൻഡിലുള്ളത് പറഞ്ഞങ്ങ് തീർക്കുക. നമ്മുടെ നാടൊന്ന് മാറട്ടെ. കാര്യം ഇവിടെയൊന്നും ഇത്രയ്ക്കൊന്നും ഒരു പബ്ലിക്കിന്റെ ഒരു എന്താ പറയുക, ഇന്റർഫിയറൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. അതായത് ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കട്ടെ. അതായത് ആ വീട്ടുകാരുടെ പെർമിഷനോട് കൂടി മാത്രം നിങ്ങൾക്കൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ, ഒരു വീഡിയോ എടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിന് കൊടുക്കുക, പെർമിഷൻ കൊടുക്കുക. ബാക്കിയുള്ളവരൊന്നും ഇല്ലാതെ അവരവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ, അവസാന നിമിഷങ്ങൾ ഒരു വ്യക്തിയുമായിട്ടുള്ളത് പങ്കിടാനുള്ള ഒരു സൗകര്യം ഗവൺമെന്റ് തന്നെ ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. താങ്ക് യു സോ മച്ച്.